കോൺഗ്രസ് അടിമുടി മാറ്റത്തിന്റെ പാതയിലാണ്. ഒരു പതിറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി ആരുടെയൊക്കെയോ സംഘടനാ പിഴവുകൊണ്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇനി അതൊന്നും ഉണ്ടാകില്ല. ശക്തമായ തിരിച്ചു വരവ് തന്നെ പാർട്ടി നടത്തുമെന്ന ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. ദേശീയ തലത്തിലെ പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഓരോ സംസ്ഥാനത്തിലും അടിമുടി മാറ്റങ്ങൾ വരുത്തി കോൺഗ്രസ് താഴെ തട്ടിൽ നിന്നും പ്രവർത്തിച്ചു തുടങ്ങാനുള്ള പാതയിലാണ്. മഹാത്മാഗാന്ധിയുടെ ആശയദൃഢതയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രായോഗിക ശൗര്യവും ഒത്തിണങ്ങിയ പുതിയ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുമെന്ന് അഹമ്മദാബാദ് AICC സമ്മേളന വേദിയിൽ പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് പാർട്ടിയിൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ തന്നെ സംസ്ഥാന അധ്യക്ഷനെ സണ്ണി ജോസഫിനെ മുൻനിർത്തി വലിയൊരു മാറ്റം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. DCC-കളിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായിട്ടില്ല. എന്നാൽ കമ്മിറ്റിയിലേക്ക് 30 ഭാരവാഹികളെ നിയമിച്ചുകൊണ്ട് ഒരു വമ്പൻ മാറ്റം കോൺഗ്രസ് നടത്തിയിരിക്കുകയാണ്. ഒഡീഷയിലാണ് കോൺഗ്രസിന്റെ ഈ ഉജ്ജ്വല നീക്കം നടന്നിരിക്കുന്നത്. മുതിർന്ന നേതാവ് ഭക്തൻ ചരൺദാസ് സംസ്ഥാന പാർട്ടി മേധാവിയായി ചുമതലയേറ്റ 3 മാസത്തിന് ശേഷം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒഡീഷ യൂണിറ്റിന് വേണ്ടി 30 ഭാരവാഹികളെ നിയമിച്ചു. 7 വൈസ് പ്രസിഡന്റുമാർ, 10 ജനറൽ സെക്രട്ടറിമാർ, 12 സെക്രട്ടറിമാർ, ഒരു ട്രഷറർ എന്നിവരടങ്ങുന്ന പുതിയ ടീമിനെ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ നിയമിച്ചതായും പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രസ്താവനയിൽ പറഞ്ഞു. 5ാം തവണ MLA ആയ താരപ്രസാദ് ബാഹിനിപതി, 3 തവണ MLA ആയ രമേശ് ജന്ന, 2 തവണ MLA ആയ CS റാസൻ ഏക്ക, മുൻ MLA-മാരായ സന്തോഷ് സിംഗ് സലൂജ, ദേബാസിസ് പട്നായിക്, ലാലു തേങ്ങു മൊഹ്പാത്ര എന്നിവരെ വൈസ് പ്രസിഡന്റുമാർ നിയമിച്ചു. പ്രമുഖ വനിതാ നേതാവ് സസ്മീര ബഹ്രേരെയും ഒഡീഷ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി തെരഞ്ഞെടുത്തു. MLA-മാരായ അശോക് ദാസ്, അപ്പാൽ സ്വാമിക ഖദ്രക, പ്രഫുൽ പ്രധാൻ, മങ്കു ഖില്ല, പ്രബിദ്ര സൗദ, നിലപത് ബഹിഗ, മുൻ MLA സുബർണ നായക്, യുവ നേതാക്കളായ സയ്യിദ് യാഷിൻ നവാസ്, വിജയാനന്ദ ചൗലിയ, മധുസ്മിത സേവേദി എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ. സിദ്ധാർത്ഥ് സ്വരൂപ് ദീക്ഷിനെ ട്രഷററായിട്ടും നിയമിച്ചു. തുളശേശ്വർ നായിക്, സസ്മിത പാണ്ഡെ എന്നിവരടങ്ങുന്ന പുതിയ സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. ഇതിനു പുറമെ സത്യജിത് ഗോമാങ്ങിനെ ചെയർമാനായി നിയമിക്കുവാനും സന്തോഷ് പ്രധാനെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വകുപ്പിന്റെ സഹ ചെയർമാനായി നിയമിക്കുവാനും AICC അംഗീകാരം നൽകി. കഴിഞ്ഞ വർഷം ലോക്സഭ, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം OPCCയുടെ എല്ലാ സംഘടനാ സമിതികളെയും കോൺഗ്രസ് പ്രസിഡന്റ് പിരിച്ചുവിട്ടിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലെ ആഞ്ഞു പിടിച്ചാലേ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലായിരിക്കുന്നു. പുനഃസംഘടനാ വേളയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തോൽവികളിൽ ഇനി പൂർണ്ണ ഉത്തരവാദിത്തം അതത് DCC-മാർക്കും അധ്യക്ഷന്മാർക്കുമായിരിക്കുമെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു. അതൊരു മുന്നറിയിപ്പായിരുന്നു. അതിൽ പിന്നെ പല മാറ്റങ്ങളാണ് കോൺഗ്രസിൽ നടന്നിരിക്കുന്നത്. നന്നായി കടക്കൽ വളമിട്ട് കൊടുക്കുന്ന ചെടിക്ക് തഴച്ചു വളരാനാകുകയുള്ളൂ എന്ന ആ സത്യത്തെ കോൺഗ്രസ് മനസ്സിലാക്കി തുടങ്ങി കരുത്താർജിക്കുകയാണ്.